സുന്ദരീസ്, വെൽക്കം ടു അസ്വി വ്ലോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമുക്ക് ഇന്നത്തെ മോർണിംഗ് റുട്ടീൻ നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ വെച്ചിട്ടില്ലേ കുട്ടി, ഫസ്റ്റ് നമ്മൾ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, ചായ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരുമിച്ച് തന്നെ ഉണ്ടാക്കി പോകാം. അതിനൊപ്പം തന്നെ നമുക്ക് ഇന്ന് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഇമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിടാനായിട്ട് നമ്മളൊരു സിമ്പിൾ സാൻഡ്വിച്ചാണ്. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു, ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മറ്റേത് നമ്മൾ മാഗിയിലിട്ടിട്ട് കഴിച്ചു ഒരു ദിവസം. അപ്പോൾ ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഉപ്പും കുരുമുളകും കൂട്ടി പുരട്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ചായയുടെ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും 2 സ്പൂൺ തേയിലയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് കട്ടൻ ചായയായി വരുമ്പോഴേക്കും ഒന്ന് സിമ്മിലേക്ക് വെച്ചിട്ട് ഇഡ്ഡലിയാണ് നമ്മളിന്ന് ഉണ്ടാക്കണേ. അപ്പോൾ ഒന്ന് ഇത് നെയ്യാണ് കേട്ടോ നമ്മൾ തടവി കൊടുക്കണത്. അപ്പോഴേക്കും പാല് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായക്ക് ആവശ്യത്തിനുള്ള പാലും നമ്മൾ ഈ തേയില വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ളത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 2 തട്ട് ഇഡ്ഡലിയും അതേപോലെ തന്നെ ഒരു ചെറിയ തട്ട് ബട്ടൺ ഇഡ്ഡലിയുടെ തട്ട് നമുക്ക് പ്രത്യേകമായിട്ട് വേറെ മേടിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ഈസിലി കിട്ടണതാണ്, കടകളിലൊക്കെ കിട്ടും, അങ്ങനെ മേടിച്ചാൽ മതി. പിന്നെ ഈ തട്ടുണ്ടല്ലോ, ഇത് ആമസോണിൽ നിന്ന് മേടിച്ചത്, പക്ഷേ ഇത് ഭയങ്കര വലുതാണ്. ഇപ്പോൾ ഇത് അവൈലബിളും അല്ല, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് കേട്ടോ ലിങ്ക് ഇടാൻ പറ്റാതെ. പക്ഷേ ഞാൻ പറയാം ഇത് മേടിക്കണം. എനിക്കിപ്പോൾ അത് അബദ്ധമായിട്ട് തോന്നുന്നുണ്ട്. കാരണം എന്തൊരു ബൾക്കിയാണ്. കുറച്ചുകൂടി ചെറിയ പാത്രമാണ് നല്ലത്. നമ്മുടെ അടുക്കളയിൽ സ്ഥലം കൂടി ഇല്ലാത്തത് കൊണ്ട് അതായിരിക്കും നല്ലത്. പക്ഷെ നമ്മൾ മേടിച്ച സ്ഥിതിക്ക് ഇത് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കണത്. 4 തട്ട് ഉണ്ട് കേട്ടോ. ഇതിൽ 4 തട്ടുള്ളത് വരുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റീമർ വരുന്നുണ്ട്. എല്ലാം കൂടി 1000 സംതിങ് ആയിരുന്നു. നല്ലതായിരുന്നു, ഭയങ്കര അടിപൊളി പാത്രമാണ്. ഇങ്ങനെ ഇതുവരെയും അടി പിടിച്ചിട്ടും ഇത് അത്യാവശ്യം സർവൈവ് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ആ രീതിക്ക് നല്ലതാണ്. പക്ഷേ ഇത്രയും വലിപ്പം വേണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ബട്ടൺ ഇഡ്ഡലിയുടെ പാത്രം നമ്മൾ എവിടെയോ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്നിട്ട് മേടിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് ഇതിൻ്റെ ഒപ്പം വന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വർഷങ്ങൾ മുന്നേ ഉള്ളതായതുകൊണ്ട് എനിക്ക് അത്ര ഉറപ്പില്ല. എന്തായാലും ഇതിൽ നമ്മൾ മാവ് ഒഴിച്ചിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. ഇഡ്ഡലി ആയതുകൊണ്ട് പിന്നെ പാത്രം കഴുകേണ്ട ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷേ പെട്ടെന്നാവും. ദോശ പോലെ ഇങ്ങനെ നമ്മളിങ്ങനെ നിന്നുണ്ടാക്കണമല്ലോ. ദോശയാകുമ്പോൾ പിന്നെ കുറച്ച് സമയം എടുക്കും, പക്ഷേ പാത്രം കഴുകേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തായാലും നമ്മൾ മാവ് അരച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 1-2 ദിവസം ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുക. പിന്നെ ഒരു 2 to 3 ദിവസം ദോശ ഉണ്ടാക്കി അങ്ങനെ മാവ് കഴിയും. അതിന് ശേഷം അപ്പത്തിൻ്റെ മാവായിരിക്കും. പിന്നെ പുട്ട് ഉണ്ടാക്കും ഇടയിൽ, അങ്ങനെയൊക്കെ ഉണ്ടാക്കും. ഉപ്മാവ് ഉണ്ടാക്കും. പിന്നെ എന്തെങ്കിലും ബ്രെഡ് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കും. പിന്നെ ദേ നമ്മൾ ഇന്നത്തെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ചിക്കൻ ബ്രസ്റ്റ് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു വേവിച്ച ഉരുളക്കിഴങ്ങ്, ഇത് ഞാൻ ഓവനിൽ വേവിച്ച ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് മാഷ് ചെയ്തതിന് ശേഷം ഒരു മിക്സി ജാറിൽ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഉപ്പ്, കുരുമുളക്, ഒരു ഉരുളക്കിഴങ്ങ്, കുറച്ച് ചിക്കൻ ബ്രസ്റ്റ്, ഇത്രയും കൂടിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കണത്. പിന്നെ ഒരു മുട്ട വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതെനിക്കിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ജിമ്മിൽ പോണേക്കാട്ടിന് മുന്നേ മുട്ട കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒരു വിസിലാകുമ്പോഴേക്കും ഓഫ് ചെയ്യാം. പിന്നെ ഇതേ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിലാവും. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം കേട്ടോ. മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, എടുത്ത് വയ്ക്കാനില്ലെങ്കിൽ പിന്നെ മിക്സിയിൽ നിന്ന് തന്നെ എടുത്ത് നമുക്ക് ഡയറക്റ്റ്ലി സാൻഡ്വിച്ചിന് വേണ്ടി വെക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്ക് എന്തായാലും ഇത് അരയ്ക്കണമായിരുന്നു, ചട്നി അരയ്ക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകണം മിക്സി. അപ്പോൾ ഇതേ കുട്ടി ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു മൂളലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ ഏകദേശമൊക്കെ എണീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വിളിക്കാം. ഏട്ടയില്ല കേട്ടോ, ഏട്ട കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് വരിക. സാധാരണ രാവിലെ ഒരു 7 മണിയാകുമ്പോഴാണ് വരിക. അപ്പോഴേക്കൊക്കെയാണ് ഇമ്മക്കുട്ടി എണീക്കണ സമയം. അപ്പോൾ മിക്കവാറും ഏട്ട എണീപ്പിക്കും. ഏട്ട എത്തിയില്ലെങ്കിൽ ഞാൻ എണീപ്പിക്കും. ഇപ്പോൾ ഞാൻ എണീപ്പിച്ചാലും കുറച്ച് കഴിയുമ്പോഴേക്കും ഏട്ടൻ വരും. അപ്പോൾ ഡ്രസ്സ് ചെയ്യിക്കലൊക്കെ ഏട്ടൻ നോക്കിക്കോളൂ കേട്ടോ. ഭക്ഷണം പിന്നെ ഇമ്മക്കുട്ടി തന്നെ കഴിച്ചോളൂ. അപ്പോൾ രാവിലെ എന്തൊക്കെയോ വർത്താനം പറഞ്ഞിട്ട് സ്വപ്നം കണ്ട കാര്യമൊക്കെയാണ് കേട്ടോ ഇമ്മ പറയണത്. അപ്പോൾ നമ്മൾ കുറച്ച് വലിയൊരു കോൺവെർസേഷന് ശേഷം ഇപ്പോൾ ഞാൻ ഇമ്മക്കുട്ടി എണീറ്റ് ഞാൻ ഇപ്പോൾ തൽക്കാലം ഇമ്മക്കുട്ടി അടുക്കളയിലേക്ക് കൊണ്ടുപോവാണ്. കാരണം 6:45 സമയം. അപ്പോൾ നമ്മൾ ബാക്കി പരിപാടി നോക്കാം. നമുക്ക് സാൻഡ്വിച്ചിൻ്റെ പരിപാടിയൊക്കെ നോക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇഡ്ഡലി അതായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അടുപ്പത്തു നിന്ന് മാറ്റി വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, തണുക്കാൻ വേണ്ടിയിട്ട്. ഇഡ്ഡലി നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പാനിൽ, നോൺ സ്റ്റിക്ക് പാനിൽ നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. ബട്ടർ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബൺ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ബണ്ണിൻ്റെ ഉള്ളിൽ, ബണ്ണല്ല ആക്ച്വലി പാവാണിത്. ബണ്ണും പാവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ഇവിടുത്തെ ലോക്കലി കിട്ടുന്ന പാവാണ്, നല്ല സോഫ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മൾ നടുവായിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ ഇതേ ബട്ടർ ആവാൻ വേണ്ടിയിട്ട് തിരിച്ചു മറിച്ചൊന്ന് വെക്കുകയാണ്. അപ്പോൾ 4 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ 2 എണ്ണം കുട്ടിക്ക് കൊടുത്തുവിടാം. 1 എണ്ണം ഞാൻ കഴിക്കും, 1 എണ്ണം അമ്മയ്ക്കും കൂടി വേണ്ടിയിട്ടാണ്. ഏട്ടൻ എന്തായാലും വേണ്ട പറഞ്ഞു. ഏട്ടൻ രാവിലെ ഞാൻ പറഞ്ഞില്ല ഓട്സൊക്കെയാണ് കഴിക്കുന്നത്.
അപ്പോൾ ഏട്ടൻ്റേതായ ഒരു ഡയറ്റ് ഉണ്ട്. പക്ഷെ അത് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഏട്ടന് നല്ല ഡിഫറൻസ് ഉണ്ട്. ഏട്ടൻ എക്സസൈസ് ചെയ്യുന്നില്ല, ഡയറ്റ് മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. കാരണം ഇപ്പോൾ ഏട്ടന് തീരെ സമയമില്ലാത്ത കാരണം. പക്ഷേ ഏട്ടന് നല്ല ഡിഫറൻസ് ഉണ്ട്. നല്ല ഹെൽത്തി എന്ന് വെച്ചാൽ അസുഖങ്ങൾ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ തോന്നാറുണ്ട്, അതൊന്നും ഇപ്പോൾ ഇല്ല. പിന്നെ ആൾ കുറച്ചുകൂടി നല്ല ട്രിം ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ കാര്യം. സാൻഡ്വിച്ചിൽ നമ്മൾ ഒരു കുഞ്ഞ് കഷ്ണം ചീസാണ്, ഈ 4 എണ്ണത്തിനും കൂടി വേണ്ടിയിട്ട് നമ്മൾ ഒറ്റൊരു ചീസ് സ്ലൈസ് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ അതിൻ്റെ മീതേക്ക് ഈ ചിക്കനും പൊട്ടറ്റോയും കൂടി മിക്സ് ചെയ്തിട്ടില്ലേ, അത് ആക്കി കൊടുക്കുകയാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് ഇഷ്ടമല്ലേടാ? അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും, ഹെൽത്തിയാണ്. നമ്മൾ അധികം സാധനങ്ങളൊന്നും ഉപയോഗിക്കണില്ലല്ലോ, ഇങ്ങനെ കുറേ ചീസ്, കുറേ ബട്ടർ അങ്ങനെയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പം ഞാൻ ഉപയോഗിച്ചതിനെക്കാട്ടിലും കുറവ് ഉപയോഗിച്ചാലും മതി കേട്ടോ ബട്ടറൊക്കെ. ചീസ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇതിൻ്റെ ഇടയിൽ തക്കാളി, അതേപോലെ കുക്കുംബർ അതൊക്കെ വെക്കണമെങ്കിൽ വെക്കാം. സ്കൂളിലേക്ക് ആയതുകൊണ്ട് ഞാനൊന്നും വെക്കാഞ്ഞതാണ്, കുറച്ച് കഴിഞ്ഞിട്ടല്ലേ കഴിക്കണത്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ ഫ്രഷ് ആയിട്ടുണ്ടാവുമല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെച്ചു കൊടുത്തുവിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ 2 കഷ്ണം കുക്കുംബർ, തക്കാളി, ക്യാരറ്റ് അതൊക്കെ വെച്ചിട്ടാണ് കൊടുക്കാറുള്ളത്. നല്ല ഇഷ്ടം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വെജിറ്റബിൾസ് നന്നായിട്ട് അകത്ത് പോവും. ചിക്കനും ഉണ്ട്. ബ്രൗൺ ബ്രെഡിൽ വെച്ചിട്ട് സാൻഡ്വിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പം ഇങ്ങനെ കുറേ റിസർച്ച് ചെയ്യാറുണ്ട് ഇതിനെക്കുറിച്ചിട്ട്. അങ്ങനെ ഇപ്പോൾ പറയുന്നത് ബ്രൗൺ ബ്രെഡും വൈറ്റ് ബ്രെഡും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് പറയുന്നവരും ഉണ്ട്. നമുക്കറിയില്ല അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത്. എന്തായാലും ഇമ്മക്കുട്ടിയുടെ 2 ഈ സാൻഡ്വിച്ച് നമുക്ക് ഇതിലേക്ക് ആക്കാം കേട്ടോ, പാത്രത്തിലേക്ക് ആക്കാം. പിന്നെ അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ എപ്പോഴും ഒരു ഫ്രൂട്ട് എന്തായാലും കൊടുത്തുവിടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് സ്ട്രോബെറി ആണുള്ളത്. എഗെയിൻ അതും ഒരു ഭയങ്കര ഡിബേറ്റായിട്ടുള്ള നടക്കുന്ന കാര്യം. നമ്മളിങ്ങനെ ദൂരെയുള്ള ഫ്രൂട്ട്സ് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ പരിസരത്ത് നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സ് കൊടുത്താലേ അതിന് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൂ എന്ന് പറയുന്നത്. എന്തായാലും കുഴപ്പമില്ല, അതുകൊണ്ട് ദോഷം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് സ്ട്രോബെറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലോക്കലി ഫ്രൂട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഇടനേരത്ത് കഴിക്കാനായിട്ട് ഇമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ട് 2 കുഞ്ഞിപ്പഴവും പിന്നെ പിസ്താഷ്യവും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 10 മണി നേരത്ത് സ്കൂളിലേക്ക് കഴിക്കാൻ. പിന്നെ 12:15 ആ സമയത്താണ് ബ്രഞ്ച് പോലെ ഉള്ളത്, ബണ്ണ് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇമ്മക്കുട്ടിക്ക് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടിയിട്ട് ബട്ടൺ ഇഡ്ഡലി കേട്ടോ. അപ്പോൾ അതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് പാലിൽ മുക്കിയിട്ടാണ് മിക്കവാറും കഴിക്കുക. രാവിലെ ഒന്നും ചട്നിയും അതേപോലെ തന്നെ വേറെ ഇങ്ങനെ ചമ്മന്തി അങ്ങനെയൊന്നും ഇമ്മ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും രാവിലെ പാൽ കുടിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഇഡ്ഡലിയും ദോശയൊക്കെ ആണെങ്കിൽ ഈ പാലിൽ തന്നെ മുക്കി കഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ രണ്ടും കൂടി അങ്ങ് നടന്നോളും. അപ്പോൾ ഇമ്മക്കുട്ടിയുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് ഇത് ഏട്ടൻ വന്നു. അപ്പോൾ ഏട്ടൻ നോക്കിക്കോളൂ ഇനി ബാക്കി കാര്യങ്ങൾ ഇമ്മക്കുട്ടിയുടെ. അപ്പോൾ അത് നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്കും അമ്മയ്ക്കും കൂടി മാത്രമേ ഇഡ്ഡലിയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 2 തട്ട് വെച്ചിട്ട് നാളെ നമ്മൾ ഇതിനൊന്ന് ആവി കയറ്റുള്ളൂ. അപ്പോൾ ഇത്രയും പാത്രം കഴുകണമല്ലോ, 2 തവണയായിട്ടൊക്കെ ഉണ്ടാക്കാൻ പാടില്ല. എണ്ണ എന്തായാലും കഴിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 പേർക്കും കൂടി ആയതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം രാവിലെ ആവി കയറ്റി എടുക്കും കേട്ടോ. ഏട്ടൻ ഓട്സ് കഴിച്ചു. പിന്നെ ചട്നിക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊട്ടുകടല ചട്നിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് പൊട്ടുകടല മാത്രം ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പാൽ കുടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആകെ രാവിലെ കൊളാജൻ ഷോട്ടും പിന്നെ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പാൽ ഇങ്ങനെ പഞ്ചസാര ഇട്ട് കുടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് സിയാ സീഡ്സ് ഇട്ടിട്ട് പാലൊഴിച്ചിട്ട് അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് ഇടനേരത്ത് അത് ജിമ്മിൽ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, പഞ്ചസാര ഇടാണ്ടും സിയാ സീഡും പാലും കൂടി മാത്രമാകുമ്പോൾ ചില്ലായിട്ട് കഴിക്കുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. അപ്പോൾ പഞ്ചസാര ഒഴിവാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഒന്ന് ജസ്റ്റ് ആദ്യം കുറച്ച് മാത്രമായിട്ട് കഴിച്ചു നോക്കിയാൽ മതി. ചിയാ സീഡ്സ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ എന്നുള്ളത് ഉറപ്പ് വരുത്തണേ. അപ്പോൾ ഇതേ നമ്മുടെ പൊട്ടുകടല ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ തേങ്ങ ചിരകിയതുണ്ട്, അത് പച്ചമുളക്, പിന്നെ ഇഞ്ചി, പിന്നെ അത്രയേ ഉള്ളൂ അത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. ഓരോ ദിവസം ഓരോ തരത്തിൽ ഉണ്ടാക്കുക. ഒരു ദിവസം തക്കാളി ചട്നി ഉണ്ടാക്കും, ഒരു ദിവസം ഇങ്ങനെ ചമ്മന്തി പോലെ, ദോശയാണെങ്കിൽ ചമ്മന്തി പോലെ, പിന്നെ ഇഡ്ഡലി ആണെങ്കിൽ ചട്നികൾ, പൊട്ടുകടല ചട്നി അല്ലെങ്കിൽ ചുവപ്പ് മുളക് ചട്നി, അങ്ങനെ വ്യത്യസ്തമായിട്ട് നമ്മൾ ട്രൈ ചെയ്യും. പിന്നെ നമ്മുടെ ചട്നിക്കുള്ള നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. പൊട്ടുകടല ആഡ് ചെയ്ത് കാരണം തന്നെ നല്ല കൊഴുപ്പുണ്ടാവും കേട്ടോ. പക്ഷെ എന്താ വെച്ചാൽ പൊട്ടുകടലയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അളവ് ഒന്ന് ക്രമീകരിച്ചാൽ മതി കേട്ടോ. പിന്നെ ലാസ്റ്റ് വറുത്തിടാനായിട്ട് നമ്മൾ കുറച്ച് മാത്രമേ എണ്ണ ഉപയോഗിക്കുള്ളൂ കേട്ടോ. അതിൽ കുറച്ച് കടുകും പിന്നെ ചുമന്ന മുളകും അതേപോലെ തന്നെ കരിവേപ്പില ഇട്ട് കരിവേപ്പില ഒക്കെ ഒന്ന് ആയതിന് ശേഷം നമുക്ക് ഈ ചട്നിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചട്നി ചൂടാക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ നമ്മളിപ്പോൾ കടുക് വറുത്തില്ല, അത് നമ്മൾ ഈ ചട്നിയിലേക്ക് ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ, അല്ലാണ്ട് ചട്നി ചൂടാക്കുന്നില്ല.
ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഇമ്മക്കുട്ടിയുടെ മുടി കെട്ടി കൊടുക്കണം. ഇന്ന് ഒറ്റ സൈഡിൽ മുടി കെട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ 2 പല്ല് പോയിട്ടോ. അതിൻ്റെ വ്ളോഗ് ഞാൻ ഇട്ടില്ല അല്ലേ. അത് ഒരു പല്ല് പോയ സമയത്തുള്ള വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇടാം കേട്ടോ. ഇപ്പോൾ ഫ്ലൈറ്റ് പോകുന്നുണ്ട്, അതിൻ്റെ ശബ്ദമാണ് കേട്ടോ ഇപ്പോൾ കേൾക്കണത്. അപ്പോൾ ഫ്രണ്ടിലത്തെ കുറച്ച് മുടിയുണ്ട്, അത് ഫ്രണ്ടിലേക്ക് തന്നെ ഇതാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ജിമ്മിൽ പോണേക്കാട്ടിനും മുന്നായിട്ട് എന്തെങ്കിലും കഴിക്കേണ്ടത് വെച്ചിട്ട് ഉണ്ടാക്കിയൊരു സാൻഡ്വിച്ചും മുട്ടയും കഴിച്ചു. സാധാരണ മുട്ട മാത്രമേ കഴിക്കാറുള്ളൂ. ഇതിപ്പോൾ ഉള്ള കാരണം ഇമ്മക്കുട്ടിക്ക് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കഴിക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ കഴിച്ചു. ഇന്നിപ്പോൾ തിരക്കായിപ്പോയി, എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ ഇമ്മക്കുട്ടിയുടെ ഒപ്പം. സാധാരണ ഇമ്മക്കുട്ടിയുടെ ഒപ്പം തന്നെ ഇറങ്ങാറില്ല. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്തു ഇമ്മക്കുട്ടിയെ. എന്നിട്ട് ഞാൻ റെഡിയായി ജിമ്മിലേക്ക് പോവാണ്. കീറിയ പാൻസൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോണത്. പിന്നെ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ടീഷർട്ട് നല്ല ആമസോൺ 350 രൂപയുടെ ടീഷർട്ടാണ്. പക്ഷേ എന്താ വെച്ചാൽ കയ്യിലൊരു കവറിങ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നല്ലതാണ്, നല്ല കംഫർട്ടബിളാണ് കേട്ടോ ഇടാനായിട്ട്. അപ്പോഴത്തേക്കും നമ്മൾ ജിമ്മിലെത്തി. ഞാനിന്ന് വർക്കൗട്ട് ചെയ്തു. വർക്കൗട്ട് ഇന്ന് ആക്ച്വലി എന്തായിരുന്നു, ബൈസെപ്സിനായിരുന്നു തോന്നുന്നുണ്ട്, അങ്ങനെ എന്തോ അതെ മറന്നുപോയി. അപ്പോൾ അത് കഴിഞ്ഞു. ഇതേ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തി. കാല് നല്ല വേദനയുണ്ട് കേട്ടോ, പക്ഷെ ഇപ്പോൾ ഏകദേശമൊക്കെ ശരിയായി വരുന്നുണ്ട്. ആദ്യത്തെ അത്ര വേദനയൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വന്ന് വീട്ടിലിരുന്ന് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാണ്, മടി പിടിച്ചിരിക്കുകയാണ്. എൻ്റെ കൈയും കാലൊക്കെ വേവിച്ചിട്ട് കഴിയാറ്. അപ്പോൾ ഞാൻ 2 മിനിറ്റ്സ് ഒന്ന് ഇരുന്ന് നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ച് ഞാൻ ഉടുപ്പൊക്കെ ഇട്ടു കേട്ടോ. എന്നുവെച്ചാൽ ഇങ്ങനെ നമ്മൾ ഇനി ഫ്ലാറ്റിലേക്ക് പോവാം, പിന്നെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഞാൻ നെറ്റ്ഫ്ലിക്സിലൊരു ഒരു തമിഴ് സിനിമയുണ്ട്, അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ചിയാ സീഡ്സിൻ്റെ അത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഞാൻ 2 ഇഡ്ഡലിയും ചട്നി പിന്നെ ഈ ചിയാ സീഡ്സിൻ്റെ ഇതും കഴിക്കും കേട്ടോ. ചിലപ്പോൾ ഞാൻ 3 ഇഡ്ഡലി കഴിക്കും, കുഞ്ഞിഡ്ഡലിയാണ്. അപ്പോൾ 3ഒക്കെ കഴിക്കാം. പക്ഷേ ഞാൻ രാവിലെ സാൻഡ്വിച്ചൊക്കെ കഴിച്ച കാരണം ഇതാ കഴിക്കുന്നത്. ശരിക്കും പ്രോട്ടീൻ പൗഡറൊക്കെ കഴിക്കാം കേട്ടോ, വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യണ കാരണം നമുക്ക് ഹെവി ആയിട്ട് തന്നെ കഴിക്കാനായിട്ട് ജിമ്മിൽ സാറ് പറഞ്ഞത് 5 മുട്ടയൊക്കെ കഴിക്കാനാണ്. പക്ഷേ എനിക്ക് അത്രയൊന്നും മുട്ടയാണ് എനിക്കൊന്നും അങ്ങനെ അധികം കഴിക്കാൻ പറ്റില്ല. എനിക്ക് മിതത്വത്തോടെ എത്ര ഇഷ്ടമുള്ള സാധനമാണെങ്കിലും ഒരു ലിമിറ്റിൽ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പതിയെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് കഴിക്കേണ്ടി വരും. പിന്നെ ഞാൻ സ്കിൻ കെയറിന് ഫസ്റ്റ് ഞാൻ ഒരു ഫേഷ്യൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ സിനിമയിൽ ഇങ്ങനെ ഭയങ്കര കാര്യമായി നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യണത്. ഞാൻ ആദ്യം റീൽസൊക്കെയാണ് കാണാറില്ല, ഇപ്പോൾ ഞാനത് നിർത്തി. ഞാൻ ടി വിയിൽ എന്തെങ്കിലും വെക്കുക ചെയ്യാം, അതാണ് നമുക്ക് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സിനിമയും കാണാം, പിന്നെ കാര്യം നടക്കും അങ്ങനെ. പിന്നെ അതിന് ശേഷം സൺസ്ക്രീനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് കേട്ടോ, അതിന് ശേഷം നമുക്ക് പോവാം. അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് നമുക്ക് പോവാം. വോയിസ് ഓവർ മാത്രമേ ചെയ്യാനുള്ളൂ. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്താ ഡീൻ മൈ ലൈഫ് ചെയ്യാത്തത്. ഞാൻ എന്തായാലും ചെയ്യും കേട്ടോ, പ്രോമിസ്, എന്തായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ എല്ലാം കഴിഞ്ഞു. എന്നിട്ട് ഞാൻ എല്ലാം പാക്കൊക്കെ ചെയ്ത് ഞാൻ ഇപ്പോൾ പോകാൻ സമയത്ത് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു എന്തും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഏട്ടനാണ് കേട്ടോ എനിക്ക് എടുത്തു തരണേ ഞാൻ പോണത്. അപ്പോഴത്തേക്കും നമ്മൾ വണ്ടിയിൽ പോയി ഇതാ ഫ്ലാറ്റിലെത്തി. ഒരു 5 to 6 മിനിറ്റ്സിൻ്റെ ഡ്രൈവ് ഉണ്ട് കേട്ടോ. അത് സിഗ്നൽ കിട്ടുന്നതിനനുസരിച്ച്, സിഗ്നൽ കിട്ടിയാൽ കുറച്ചുകൂടി നേരം എടുക്കും. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിൽ വന്ന് ഷൂട്ട് തുടങ്ങി. അതായത് ഫസ്റ്റ് വീഡിയോ ആണ്. ബാക്കിലുണ്ട് ജനൽ. അപ്പോൾ നല്ല രസമുള്ള ബ്ലൗസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. എനിക്കിത് 3 വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ലക്ഷ്യമാണ് ഉള്ളത്. എന്തായാലും നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് റുട്ടീൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാൻ. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.